നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കും. പക്ഷേ പലപ്പോഴായിട്ട് നമുക്ക് ഒരു അത്യാവശ്യത്തിന് ഈ പൈസ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഉണ്ടാവില്ല. ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്നല്ല ഞാൻ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് 10,000 രൂപ കയ്യിലുള്ള ഒരാളുടെയിലേക്ക് പെട്ടെന്ന് 1,00,000 രൂപ വന്നു എന്ന് കരുതുക. ഈ 10,000 രൂപ ചിലവാകുന്നതിനേക്കാളും സ്പീഡിൽ ഈ 1,00,000 രൂപ ചിലവായി പോകും. അപ്പോൾ ശരിക്കും ഇവിടെ പ്രശ്നം എത്ര വലിയ പൈസ നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ എത്ര ചെറിയ പൈസയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതിലല്ല. കാരണം നമ്മുടെ പൈസയെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ താഴെയാണ്. നമ്മൾ പൈസ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ എഫേർട്ട് ശരിക്കും പൈസയെ മാനേജ് ചെയ്യാൻ കൂടി ഇടണം. ദാറ്റ് ഈസ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരൊറ്റ വഴിയിലൂടെ മാത്രമേ നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഹാൻഡ്ലിങ് ദ മണി അല്ലെങ്കിൽ മാനേജിങ് ദ മണി. നമ്മുടെ കയ്യിൽ കിട്ടിയ പൈസ ഏത് രീതിക്ക് പോകണം, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിറ്റിയും ഡിസിഷനും നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻ്റലക്ച്വൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ സ്പെൻഡിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് നിർത്തേണ്ട ഒരു കാര്യമാണ്. പ്ലാനിങ് ഉണ്ടാവണം, ബഡ്ജറ്റഡ് ആയിരിക്കണം. സ്പെൻഡിങ്ങിൽ കൺട്രോൾ വന്നാൽ തന്നെ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ കാണാനായിട്ട് തുടങ്ങും. സോ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. നല്ലൊരു മാറ്റം നമ്മുടെ ഫൈനാൻഷ്യൽ ജേർണിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതുപോലെയുള്ള നല്ല കണ്ടൻസ് കാണുന്നതിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.